أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أفحسبتم أنما خلقناكم عبثا وأنكم إلينا لا ترجعون فتعالى الله الملك الحق لا إله إلا هو رب العرش الكريم. സ്നേഹവും ബഹുമാനമുള്ള സഹോദരി സഹോദരന്മാരെ, സ്വർഗം നരകം ഇത് രണ്ടും മനുഷ്യന്റെ ഈ ലോക ജീവിതത്തിന് ശേഷം ലഭിക്കുന്ന ഒന്നാണെന്ന് പൊതുവെ മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു. അതിൽ സ്വർഗം എന്താണ്, നരകം എന്താണ്, സ്വർഗത്തിന്റെ യാഥാർത്ഥ്യം എന്ത്, നരകത്തിന്റെ യാഥാർത്ഥ്യം എന്ത് എന്നതിനെക്കുറിച്ച് മതങ്ങളെക്കുറിച്ചുള്ള ചർച്ചയോളം തന്നെ പഴക്കമുള്ള ഒരു ചർച്ചയാണിത്. സ്വർഗത്തെക്കുറിച്ചുള്ള പൊതുവായിട്ടുള്ള ധാരണ ആറും ഹൂറും തേനും പാലും ഒക്കെയായ തോട്ടവും ഉദ്യാനങ്ങളും ആരാമങ്ങളും വളരെ സുഭിക്ഷമായി സുഭദ്രമായി സുഖലോലുപമായി കഴിയുന്ന ഒരു വാസ സ്ഥലം. അതേസമയത്ത് നരകത്തെക്കുറിച്ചുള്ള ഭാവനകളിൽ ഒരഗ്നികുണ്ഡം, ഒരു തന്തൂർ പോലെ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന അഗ്നി, അതിൽ മനുഷ്യനെ കൊണ്ടുപോയി എറിയപ്പെടും. അവിടെ അത് കരിയും. ഒന്നുകൂടെ പറഞ്ഞാൽ കരിയുമ്പോൾ തൊലി മാറ്റപ്പെടും, വീണ്ടും കരിയും, വീണ്ടും ആ തൊലി മാറ്റപ്പെടും. അങ്ങനെ വളരെ വേദനാജനകവും ഭയാനകവും മനുഷ്യൻ അങ്ങേയറ്റം ഭയവിഹുലമാകുന്ന ഒരു നിലയിലുള്ള ഒരു വാസസ്ഥലം. ഈ രണ്ടും പ്രത്യക്ഷത്തിലാണെന്നാണ് പൊതുവെ ജനങ്ങൾ ധരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തെ ഇസ്ലാമിന്റെ വിമർശകർ രൂക്ഷമായി വിമർശിച്ചിട്ടുമുണ്ട്. എന്നാൽ അർ റഹ്മാനും അർ റഹീമും, പരമകാരുണികനും കരുണാമയനും, വീണ്ടും വീണ്ടും കരുണ ചെയ്യുന്നവനും, യാതൊരു പ്രതിഫല കാംക്ഷയും ഇല്ലാതെ, നമ്മുടെ കർമ്മങ്ങളൊന്നും ഇല്ലാതെ കരുണ ചെയ്യുന്നവനും ആയ അല്ലാഹു. മറ്റൊന്ന് ലൈസ ലില്ലല്ലാമി ലിൽ അബീദ്, തന്റെ ദാസനോട് ഒരിക്കലും അതിക്രമം കാണിക്കാത്ത ദൈവം. ഇങ്ങനെയുള്ള ഒരു അല്ലാഹ് നാളെ നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് നമുക്ക് ആശിക്കാം. പക്ഷെ അങ്ങനെ റഹ്മാനും റഹീമുമായ അല്ലാഹ്, കരുണയും അങ്ങേ ഒരിക്കലും അക്രമം ചെയ്യാത്തവൻ, അങ്ങനെയുള്ള ഒരു അല്ലാഹ് മനുഷ്യനെ തീയിലിട്ട് കരിച്ച് പൊരിച്ച് അവസാനം ഒരു മനുഷ്യൻ പോലും ചെയ്യാത്ത വിധത്തിൽ തീയിലിട്ട് കരിക്കുമോ എന്ന് സാധാരണഗതിയിൽ ചിന്തിച്ച് പോകാവുന്നതാണ്. എന്നാൽ വാസ്തവത്തിൽ സ്വർഗത്തെക്കുറിച്ചുള്ള ജനങ്ങളുടെ ധാരണയും അതല്ലെങ്കിൽ നരകത്തെക്കുറിച്ചുള്ള ധാരണയും പൊതുവായി കാണപ്പെടുന്നത് ഏത് വിധത്തിലാണെങ്കിലും അധികപക്ഷം ആളുകളുടെയും ധാരണ യഥാർത്ഥ ഇസ്ലാം അഥവാ വിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുവചനങ്ങളിലും കാണുന്നത് പോലെ, അത് വിശദീകരിക്കുന്നത് പോലെ അല്ല എന്നുള്ളത് ശരിയാണ്. നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച്
എന്താണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് എന്താണ് പറഞ്ഞത് എന്ന് നമുക്ക് പരിശോധിക്കാം. ഖുർആനിൽ അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ടുള്ള പരാമർശങ്ങൾ നാം കാണുന്നു. അതിലൊരു ഭാഗത്ത് ഖുർആൻ പറയുന്നത്, നരകത്തിലേക്ക് എത്തുന്ന മനുഷ്യനെ അള്ളാഹു എങ്ങനെയാണ് എത്തിക്കുന്നത്, അവിടെ എന്താണ്, സ്വർഗത്തിലേക്ക് എത്തുന്ന മനുഷ്യൻ എന്തായിരിക്കും വരുന്ന മാറ്റങ്ങൾ എന്നതിനെ കുറിച്ച് ഖുർആൻ പറയുകയാണ്. നഹ്നു ഖദ്ദർന ബൈനക്കുമുൽ മൗത വമാ നഹ്നു ബിമസ്ബൂഖി. നഹ്നു ഖദ്ദർന, നാം നിങ്ങൾക്കിടയിൽ വിധിച്ചിരിക്കുന്നു. ഖദ്ദറ എന്ന പദം ഖുർആനിൽ പ്രയോഗിച്ച സ്ഥലങ്ങളിലൊക്കെ തന്നെ വളരെ ആഴത്തിൽ, വളരെ സൂക്ഷ്മമായി, വളരെ ഡീപ്പായി കാര്യങ്ങളെ തീരുമാനിക്കുകയും അതനുസരിച്ച് നടപ്പിൽ വരുത്തുകയും ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അത് കൂടാതെ വളരെ യുക്തിസഹമായിട്ടുള്ള ഒരു പ്രവർത്തനത്തെക്കുറിച്ചാണ് അള്ളാഹു തന്റെ തഖ്ദീറിനെ കുറിച്ച് വിവരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഖദ്ദർന, നാം വിധിച്ചിരിക്കുന്നു, നാം നിങ്ങൾക്ക് നിർണയിച്ചിരിക്കുന്നു. ബൈനക്കുമുൽ മൗത്ത, നിങ്ങൾക്കിടയിൽ മരണത്തെ. അപ്പോൾ വളരെ ആഴത്തിലുള്ള ഒരു തത്വവും വളരെ യുക്തിസഹവുമായിട്ട് വളരെ കണിശമായി അനുക്രമമായിട്ട് ചില നിയമങ്ങളെ പാലിച്ചുകൊണ്ട് ആണ് അള്ളാഹു നമുക്കിടയിൽ മരണത്തെ നിർണയിച്ചത്. വമാ നഹ്നു ബിമസ്ബൂഖീൻ, ഒരിക്കലും അതിൽ പരാജയപ്പെടുകയില്ല, അതിലാർക്കും അവനെ മുൻകടക്കുവാനും സാധ്യമല്ല. അത് അതേപോലെ തന്നെ നടക്കും, അതൊരിക്കലും മുൻകടക്കുകയില്ല. അതാ നിർണയിച്ച നിർണയത്തിൽ തന്നെ നടക്കും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുവാൻ സാധിക്കുന്നതല്ല. ആരും അതിൽ നമ്മെ പരാജയപ്പെടുത്തുകയില്ല. അലാ അൻ നുബദ്ദില അംസാലക്കും, നിങ്ങളുടെ രൂപങ്ങൾക്ക് നാം മാറ്റം വരുത്തുന്നതിനും വനുൻഷിഅക്കും ഫീ മാ ലാ തഅലമൂൻ, നിങ്ങൾ അറിയാത്ത അവസ്ഥയിലേക്ക് നിങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്നതിനും വേണ്ടിയാണ് നാം ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പൊ മരണം അള്ളാഹു വിധിച്ചത് നമ്മുടെ രൂപങ്ങൾക്ക് മാറ്റം വരുത്തുകയും നാം അറിയാത്ത അവസ്ഥയിലേക്ക്, നാം ഇതേവരെ അറിയാത്തൊരവസ്ഥയിലേക്ക് നമ്മെ കൊണ്ടുവരികയും ചെയ്യും എന്നാണ് ഖുർആൻ വളരെ ശക്തമായി പറയുന്നത്. ഇവിടെ അന്നുബദ്ദില അംസാലക്കും എന്നാണ് പറഞ്ഞത്. അവിടെ അന്നഹ്ലുക അംസാലക്കും എന്ന് പറയുന്നില്ല. നിങ്ങളെ മറ്റൊരു സൃഷ്ടിപ്പിലേക്ക് കൊണ്ടുവരുമെന്ന് പറയുന്നില്ല. നിങ്ങൾ അവിടെ വെച്ച് വേറൊരു സൃഷ്ടിപ്പ് ഒന്നും എടുത്തു പറയുന്നില്ല. മറിച്ച് ഇവിടെയുള്ള നിങ്ങളുടെ രൂപങ്ങളെ അവൻ മാറ്റിക്കളയും. അപ്പൊ ഇവിടെയുള്ള രൂപങ്ങളെ മാറ്റിക്കളഞ്ഞാൽ ഈ അവസ്ഥയിലല്ല മറ്റൊരു അവസ്ഥയിലുമാണ് മനുഷ്യനെങ്കിൽ അവനെ തീയിലിട്ടാൽ ആ തീയിന്റെ രൂപം മാറിയാൽ ഈ ഇവിടെ കാണുന്ന രൂപത്തിന് അതിനെ ജ്വലിപ്പിക്കുവാനോ അതിനെ തീയിന്റെ ഗുണം അതിൽ കാണിക്കുവാനോ സാധിക്കുമോ എന്ന് പരിശോധിക്കേണ്ടതാണ്. അതേപോലെ ഇവിടെയുള്ള നാവ് അതിന് ടേസ്റ്റ് അറിയാനുള്ള കഴിവ്, ഇവിടെയുള്ള കാത് അതിന് കേൾക്കുവാനുള്ള കഴിവ്, ഇവിടെയുള്ള കണ്ണ് അതിന് കാണുവാനുള്ള കഴിവ്, പഞ്ചേന്ദ്രിയങ്ങൾ മുഴുവനും ഇവിടെയുള്ളതിനെ മാറ്റിയാൽ നാം ഇവിടെ കാണുന്ന ആറും ഹൂറും തേനും പാലും എങ്ങനെ അനുഭവിക്കാൻ കഴിയും? ഇവിടെയുള്ള തേനിന്റെ ടേസ്റ്റ് അറിയണമെങ്കിൽ ഈ നാവ് വേണം. ഇവിടെയുള്ള സൗന്ദര്യങ്ങളുടെ ഇമ്പങ്ങൾ അറിയണമെങ്കിൽ ഈ കണ്ണിന്റെ ഇതേപോലുള്ള ഒരു കണ്ണിന് ആവശ്യമാണ്. ഇവിടെയുള്ള ആറിന്റെ ഗുണം അനുഭവിക്കണമെങ്കിൽ ഇവിടെയുള്ള ശരീരം അനിവാര്യമാണ്. എന്നാൽ ഖുർആൻ പറയുന്നത്, അള്ളാഹു നമ്മോട് പറയുന്നത് ഖദ്ദർന, അതിന് അള്ളാഹു വിധിച്ചിട്ടുള്ള, മരണത്തെ വിധിച്ചിട്ടുള്ള ഇതിന് മാറ്റം വരുത്തുന്നതിന് വേണ്ടിയാണ് ഇവിടെയുള്ള നേരെ മാറ്റിക്കളയുമെന്നാണ്. അപ്പൊ മാറുകയും ഈ അവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമാവുകയും ചെയ്യുമ്പോൾ എങ്ങനെ അത് അനുഭവിക്കുവാൻ സാധിക്കും എന്ന കാര്യം നാം ചിന്തിക്കേണ്ടതുണ്ട്. അക്കാര്യത്തിലേക്ക് ഒന്നുകൂടെ ഖുർആൻ അടിസ്ഥാനപരമായിട്ട് നമുക്ക് കിട്ടാവുന്ന തേനാണെങ്കിലും പാലാണെങ്കിലും അതല്ല മദ്യമാണെങ്കിലും ഏതാണെങ്കിലും ഇവിടെയുള്ള ശരീരത്തിന് അനുഭവിക്കുന്നത് പോലെയല്ല മറ്റൊരു ശരീരം കൊണ്ടാണ് അത് അനുഭവിക്കേണ്ടത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇനി
അവിടെയുള്ള ലഭിക്കുന്ന ആറുമുഹറും തേനും പാലും എങ്ങനെയാണ് എന്നതുകൂടെ നാം നോക്കേണ്ടതുണ്ട്. മസലുൽ ജന്നത്തില്ലത്തി വഅദൽ മുത്തഖൂൻ, മുത്തഖീങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗം, അതിന്റെ ഉപമ ഇങ്ങനെയാണ്, അത് ഇപ്രകാരമാണ്. തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഉകുലുഹ ദായിമുൻ വളില്ലുഹ, അതിൽ നിരന്തരം ഒഴുകുന്ന അരുവികളുണ്ട്, അതിന്റെ തണലുകൾ നൈരന്തര്യമുള്ളതാണ്, അതൊരിക്കലും നിന്ന് പോകാത്ത, നശിച്ചു പോകാത്തതാണ്. തിൽക ഉഖ്ബല്ലദീന ഇത്തഖൗ, ഇതാണ് മുത്തഖീങ്ങൾക്ക് നൽകപ്പെട്ട പര്യവസാനം. ഉഖ്ബൽ കാഫിരീന നാർ, എന്നാൽ കാഫിരിങ്ങൾക്ക് നൽകപ്പെട്ട പര്യവസാനം അഗ്നിയുമാണ്. ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്, ഒരിക്കലും നിന്നു പോകാത്ത ആറ്, മറ്റൊന്ന് തണൽ, ഒരിക്കലും നിന്നു പോകാത്ത തണൽ. ഒരു തണലും ലോകത്ത് മാറാത്തതും നിൽക്കാത്തതും നൈരന്തര്യമായി നിലകൊള്ളുന്നതുമായിട്ടുള്ള തണലുകളില്ല, അത് വ്യത്യസ്തമാണ്. മറ്റൊന്ന് അത് മസലാണ്, ഈ മുത്തഖീങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട ഈ സ്വർഗത്തിന്റെ ഉപമ നേരെ തിരിച്ച് സാധാരണ ഇവിടെയുള്ളതല്ല, മറ്റൊന്നാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഇനി അവിടെ ലഭിക്കുന്നതിനെ കുറിച്ച് മറ്റൊരിടത്ത് ഖുർആൻ പരാമർശിക്കുകയാണ്. സൂറ റഅദിലാണ് ഈ ആയത്ത് പ്രയുക്തമായിട്ടുള്ളത്. ഇനി സൂറ മുഹമ്മദിൽ നാം ഇതേപോലുള്ള മറ്റൊരു പ്രയോഗം കാണുന്നു. മസലുൽ ജന്നത്തില്ലത്തി വഅദൽ മുത്തഖൂൻ, മുത്തഖീങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗം ഇപ്രകാരമാണ്, അതിന്റെ ഉദാഹരണം ഇങ്ങനെയാണ്, അത് ഉപമിക്കപ്പെട്ടത് ഇങ്ങനെയാണ്. ഫീഹ അൻഹാറും മിൻ മാഇൻ ഗൈർ ആസിൻ, അതിൽ നദികളുണ്ട്, അരുവികളുണ്ട്, നിറഞ്ഞ വെള്ളമുള്ളത്. ഗൈർ ആസിനിൻ, എന്നാൽ ആ വെള്ളം ഒരിക്കലും കെട്ടുപോവുകയില്ല, വെള്ളം ഒരിക്കലും ദുഷിച്ചു പോവുകയില്ല. ലോകത്ത് ഏത് വെള്ളവും നാം ദുഷിച്ചു പോകുന്നതായിട്ടാണ് കാണുന്നതെങ്കിൽ അവിടെയുള്ള വെള്ളം ദുഷിച്ചു പോകാത്തതാണ്. അൻഹാറും മിൻ ലബനിൽ ലൻ യതഗയ്യർ തഅമുഹു, അവിടെ വെറും വെള്ളത്തിന്റെ അരുവികളല്ല, പാലിന്റെ അരുവികളുമുണ്ട്. ആ പാലിന്റെ അരുവികളുടെ സ്വഭാവമോ, ആ പാല് ലൻ യതഗയ്യർ തഅമുഹു, അതിന്റെ രുചി ഒരിക്കലും മാറുകയില്ല. രുചി, ഏത് പാലും, ഇവിടെയുള്ള പാല് മാറിപ്പോവും, അതിന്റെ രുചി മാറിപ്പോവും, എന്നാൽ ഇതിന്റെ രുചി ഒരിക്കലും ഭേദം വരികയില്ല, അതിൽ യാതൊരു വിധത്തിലുള്ള മാറ്റങ്ങളും സംഭവിക്കുകയില്ല. അൻഹാറും മിൻ ഖംറിൻ ലദ്ദത്തിൽ ലിശ്ശാരിബീൻ, അവിടെയുള്ള ഖംറ് അഥവാ മദ്യത്തിന്റെ അരുവികളുണ്ട്, അത് കുടിക്കാൻ ഇമ്പമുള്ളതാണ്, അതൊരിക്കലും ലഹരി വരുത്തുന്നതല്ല. ലഹരി വരുത്തുന്നതാണ് മദ്യം എന്ന് വിശുദ്ധ ഖുർആൻ മറ്റൊരിടത്ത് എടുത്തു പറയുന്നുണ്ട്. പക്ഷേ മദ്യം കുടിക്കുന്നു, അതുകൊണ്ട് ലഹരി ഒന്നും ഉണ്ടാവുകയില്ല, കുടിക്കാൻ ഇമ്പമുള്ളതുമാണ്, വളരെ സുഖകരമായിട്ടുള്ളതാണ്, രുചിയുള്ളതാണ്. അൻഹാറും മിൻ അസലിൻ മുസഫ, അവിടെ ഉള്ള തേനിന്റെ അരുവികളുണ്ട്. തേനിന്റെ അരുവികൾ മുസഫ, പരമപരിശുദ്ധങ്ങളാണ്, അതിൽ മെഴുകിന്റെയോ മറ്റൊന്നിന്റെയും കലർപ്പുകൾ കാണുകയില്ല. ഇവിടെ കാണുന്ന തേന് പോലെ മെഴുകിന്റെ കലർപ്പില്ലാത്ത, യാതൊരു വിധത്തിലുള്ള കലർപ്പുകളുമില്ലാത്ത തികച്ചും പരിശുദ്ധമായ തേനാണ്. വലഹും ഫീഹാ മിൻ കുല്ലി സമറാത്ത്, അവർക്ക് എല്ലാ തരത്തിലുള്ള പഴങ്ങളും അവിടെ ലഭ്യമാണ്. മഗ്ഫിറത്തും മിർ റബ്ബിഹിം, അവരുടെ റബ്ബിൽ നിന്നുള്ള മഗ്ഫിറത്തും അവർക്ക് ലഭ്യമാണ്. ഞാൻ പറഞ്ഞു വന്നത്, മനുഷ്യനെ സ്വർഗത്തിലേക്കാണെങ്കിലും നരകത്തിലേക്കാണെങ്കിലും ആനയിക്കപ്പെടുന്നതിന് വേണ്ടി ഇവിടെ വിധിക്കപ്പെട്ടിട്ടുള്ള അള്ളാഹുവിന്റെ നിർണയം, അള്ളാഹുവിന്റെ തഖ്ദീർ മരണമാണ്, അതിനുശേഷമാണ് കിട്ടുന്നത്. ആ കിട്ടുന്ന മരണശേഷം കിട്ടുന്ന, അതിന് മുമ്പ് സ്വർഗമില്ല നരകമില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, അത് പിന്നീട് വിശദീകരിക്കുന്നതാണ്. പക്ഷെ മരണാനന്തരം ലഭിക്കുന്ന സ്വർഗവും നരകവും അവനെ, അവന്റെ രൂപത്തെ മാറ്റിക്കൊണ്ടാണ് അവന് ലഭിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ മനുഷ്യനെ കുറിച്ച് പറയുന്നു. അപ്പൊ മനുഷ്യൻ മാറും. അവർക്ക് കിട്ടുന്ന വിഭവങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഇവിടെയുള്ള വിഭവങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി മാറ്റമുള്ള വിഭവങ്ങളെ കുറിച്ചാണ് പറയുന്നത്. വെള്ളം ദുഷിച്ചു പോകാത്ത, കെട്ടുപോകാത്ത വെള്ളം, പാല് അതിന്റെ രുചിക്ക് മാറ്റം വരാത്തത്, അവിടെയുള്ള തേന് മെഴുകിന്റെയും മറ്റും കലർപ്പുകളില്ലാത്തത്, അവിടെയുള്ള മദ്യം ലഹരി പിടിക്കാത്തത്. അപ്പൊ അനുഭവിക്കുവാനുള്ള വിഭവങ്ങളും വ്യത്യസ്തമാണ്. അപ്പൊ ഇവിടെ നിന്നും തികച്ചും മാറ്റമുള്ള ഒന്നാണ് എന്ന് വരുമ്പോൾ
ആ നരകത്തെ ഇനി നരകത്തിലും മാറ്റം ഉണ്ടായിരിക്കണം. സ്വർഗത്തിൻ്റെത് ഖുർആൻ എടുത്ത് പറഞ്ഞു, ഇനി നരകത്തിലും മാറ്റമുള്ളതായിട്ട് ഖുർആൻ എടുത്ത് പറയുന്നു. അത് നമുക്ക് പിന്നീട് പരിശോധിക്കാം. ഇനി വിശുദ്ധ ഖുർആൻ ഇക്കാര്യത്തിൽ ഖണ്ഡിതമായ ചില വചനങ്ങളുണ്ട്. അതിന്റെ വിശദീകരണങ്ങളിലേക്ക് കടക്കാതെ തന്നെ അക്കാര്യത്തിൽ നമുക്കൊരു ഉറച്ച തീരുമാനമെടുക്കാവുന്ന, വളരെ വ്യക്തമായിട്ട് ഖുർആൻ വിശദീകരിക്കുന്ന അതിൻ്റെതായ ശൈലിയുണ്ട്. ഖുർആൻ പറയുന്നൊരിടത്ത് സൂറ സജ്ദയിൽ ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അയുനിൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ, വിശ്വാസികൾക്ക് ഒരുക്കപ്പെട്ട സ്വർഗത്തിൽ അവരുടെ കണ്ണുകൾക്ക് കുളിർമയായി എന്തെല്ലാം ഒരുക്കപ്പെട്ടിരിക്കുന്നുവെന്ന് ഒരു നഫ്സും അറിയുന്നില്ല. അപ്പൊ അള്ളാഹു വിശ്വാസികൾക്കായി ഗോപ്യമാക്കി വെച്ച, മറച്ചു വെച്ചിട്ടുള്ള സ്വർഗത്തിന്റെ വിഭൂതികൾ, അതിന്റെ അനുഭവങ്ങൾ, അതിലുള്ള വിഭവങ്ങൾ, കണ്ണുകൾക്കുള്ള കുളിർമയായി വെച്ചിട്ടുള്ള സകല അനുഗ്രഹങ്ങളും ഒരു നഫ്സും ഇന്നേ വരെ അറിയാത്തതാണ് അവർ പ്രവർത്തിച്ചതിന്റെ ഫലമായി അവർക്ക് ലഭിക്കുന്നത്. അപ്പൊ ഇവിടെ അറിയുന്നതാണെങ്കിൽ ഇവിടെയുള്ള ആറും ഹൂറും തേനും പാലും അരുവികളൊക്കെ തന്നെ ഏത് വിഭവങ്ങളെ കുറിച്ചും നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. അത് ഒരു നഫ്സും അറിയുന്നില്ല എന്ന് വിശുദ്ധ ഖുർആൻ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് അതേപോലെ തന്നെ ഒരു പ്രയോഗമാണ് പ്രയോഗിച്ചിട്ടുള്ളത്. നബി തിരുമേനി എന്നെ വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്, ഖാലല്ലാഹു അസ്സ വജല്ല, ഹദീസ് ഖുദ്സിയാണ്. പ്രതാപവാനും അന്തസ്സുടയനുമായ അള്ളാഹു പറയുന്നു, അഅദ്തുലി ഇബാദി, അള്ളാഹു പറഞ്ഞു, ഞാൻ എന്റെ ദാസർക്ക്, ഇബാദിയ സാലിഹീൻ, സാലിഹീങ്ങളായ ദാസന്മാർക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗം, മാലാ ഐനുൻ റഅത് വലാ ഉദുനുൻ സമിഅത് വലാ ഖത്റ അലാ ഖൽബി ബശരിൻ. ബുഖാരി കിതാബ് ബദുൽ ഖൽഖ്. ഇതേവരെ അത് ഒരു കണ്ണും കണ്ടിട്ടില്ല, ഒരു കാതും കേട്ടിട്ടില്ല, ഒരു ഹൃദയത്തിലും അതിനെക്കുറിച്ചുള്ള ചിന്ത, ഒരു മനസ്സിലും അതിനെക്കുറിച്ചുള്ള ചിന്ത പൂർണ്ണമായ രൂപത്തിൽ എത്തിയിട്ടുമില്ല. അപ്പൊ ഒരു കണ്ണും കാണാത്തതും ഒരു കാതും കേൾക്കാത്തതും ഒരു മനസ്സിലും അതിനെക്കുറിച്ചുള്ള ചിന്ത എത്തിപ്പെടാത്തതുമായിട്ടുള്ള അനുഭൂതിയാണ് സ്വർഗത്തിലുള്ളത് എന്ന് പറയുമ്പോൾ നാം ഇവിടെ കാണുന്ന തേനുകളോ അതല്ലെങ്കിൽ ഇവിടെ കാണുന്ന പാലോ ഇവിടെ കാണുന്ന മദ്യമോ അല്ല എന്ന് വ്യക്തമാണ്. അപ്പൊ രണ്ട് കാര്യങ്ങൾ തികച്ചും വ്യതിരിക്തമായ നിലയിലാണ് ഖുർആൻ പറയുന്നത്. അവിടെ അനുഭവിക്കാനുള്ള മനുഷ്യൻ ഇവിടെയുള്ള മനുഷ്യനിൽ നിന്ന് വ്യതിരിക്തനായ ഒരു രൂപത്തിലാണുള്ളത്. ബദ്ദൽന, അവിടെ വെച്ച് അള്ളാഹു അതിനെ മാറ്റിവെക്കും. മറ്റൊന്ന് അനുഭവിക്കപ്പെടുന്ന അനുഭവങ്ങൾ, അതിനുവേണ്ടി വെച്ചിട്ടുള്ള വിഭവങ്ങളും തികച്ചും വ്യത്യസ്തമാണ്. അതിനെ ഈ ലോകത്താരും കാണാത്തതും ഈ ലോകത്താർക്കും വിഭാവനയിലെത്താത്തതും ഒരാൾക്കും കേൾക്കാത്തതുമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറയുമ്പോൾ, അതേപോലെ തന്നെ ഒരു മനസ്സിനും ഒരു നഫ്സിനും തിരിച്ചറിയാൻ ഇവിടെ വെച്ച് കാണാൻ പാടില്ലാത്ത അള്ളാഹു മറച്ചു വെച്ചിട്ടുള്ള ഒന്നാണതെന്ന് ഖുർആനും എടുത്തു പറയുന്നു. സ്വർഗത്തെക്കുറിച്ച് ഖുർആൻ പരാമർശിക്കുമ്പോൾ അവിടെ ഒക്കെ തന്നെ ഭൗതികമായിട്ടുള്ള അതല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരവസ്ഥയല്ല എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. വളരെ സൂക്ഷ്മമായ ഒരു രീതിയാണ് അതിൽ സ്വീകരിച്ചിട്ടുള്ളത് എന്നതും വാസ്തവമാണ്. അതിലുള്ള വിഭവങ്ങളെക്കുറിച്ച് പറഞ്ഞതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു. അതിലുള്ള വിഭവങ്ങൾ യുസ്ഖൗന മിൻ റഹീഖിൻ മഖ്തൂം ഖിതാമുഹു മിസ്കുൻ വഫീ ദാലിക ഫൽയതനാഫസിൽ മുതനാഫിസൂൻ വമിസാജുഹു മിൻ തസ്നീമിൻ ഐനൻ യശ്റബു ബിഹൽ മുഖറബൂൻ. അവിടെ നൽകപ്പെടുന്ന പാനീയം, അവർക്ക് നൽകപ്പെടുന്ന മദ്യം റഹീഖും മഖ്തൂം, അത് മുദ്രണം ചെയ്ത നിലയിലായിരിക്കും അവർക്കുണ്ടാവുക. ഖിതാമുഹു മിസ്കുൻ, അതിൻ്റെ ആ മുദ്ര വെക്കപ്പെട്ടിട്ടുള്ളത് കസ്തൂരിയാണ്. അതായത് സുഗന്ധം വമിക്കുന്ന സുഗന്ധ ദ്രവ്യങ്ങളുള്ള വളരെ നല്ല നറുമണമുള്ള ഒരു പാനീയമാണ് അവർക്കതിൽ നൽകപ്പെടുന്നത്. ഉഫി ദാലിക ഫൽ യതനാഫസിൽ മുതനാഫിസൂൻ, അതിനുവേണ്ടി പരസ്പരം മാത്സര്യത്തോടു കൂടി അതിനെക്കുറിച്ച് ആഗ്രഹിച്ചു പോകും. ആ വിധത്തിലാണ് അതിലുള്ളത്. മിസാജുഹു
മിൻ തസ്നീമിൻ, അതിൽ കൂട്ടപ്പെട്ടിട്ടുള്ള അതിൻ്റെ കലർപ്പുകൾ വളരെ ഉന്നതമായിട്ടുള്ള കൂട്ടുകളാണ് അതിൽ കൂട്ടിയിട്ടുള്ളത്. വളരെ നല്ല കലർപ്പുകളാണ് അതിലുള്ളത്. കൂടാതെ അയിന യഷ്റബു ബിഹൽ മുഖറബൂൻ, ഈ സമുന്നതമായിട്ടുള്ള കലർപ്പുകൾ കൊണ്ട്, സുഗന്ധങ്ങൾ കൊണ്ട് അനുഗ്രഹീതമായ ഈ പാനീയം മുഖറബീങ്ങൾക്ക് കുടിക്കാൻ വേണ്ടി നൽകപ്പെടുന്ന ഊറ്റുകളാണ്, അതിനുള്ള ആ വിധത്തിലുള്ള കേന്ദ്രങ്ങളാണത്. അപ്പൊ ഇവിടെ ഈ സ്വർഗത്തിൽ ലഭിക്കുന്ന മദ്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് ഖുർആൻ പറയുന്നത് അത് സുഗന്ധമുള്ളതാണ്, അത് ആഗ്രഹിച്ചു പോകുന്നതാണ്, അതിൻ്റെ കലർപ്പുകൾ വളരെ ഉന്നതങ്ങളാണ്, അതിൻ്റെ ആ ഊറ്റ് അത് കുടിക്കപ്പെടുന്നത് അള്ളാഹുവിൻ്റെ മുഖറബീങ്ങളാണ്. ഇതേപോലെ ഖുർആനിൽ മറ്റൊരു സ്ഥലത്ത് അതിനെക്കുറിച്ച് പറയുകയാണ്, യതനാസഉന ഫിഹ കഅസൻ ലാ ലഗ്വൻ ഫിഹ വലാ തസീം. അവിടെ അവർക്ക് നൽകപ്പെടുന്ന ആ കോപ്പ, ആ കപ്പ്, അത് നിറക്കപ്പെട്ടതായിരിക്കും. അത് ഓരോരുത്തരും മത്സരത്തോടുകൂടി തങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞ് ചാടിപ്പിടിച്ച് അതിൽ മത്സരിച്ച് തങ്ങൾക്കായി അതിനുവേണ്ടി ആഗ്രഹിച്ചു പോകും. അങ്ങനെ അവർ കിടമത്സരം നടത്തും അതിൽ. എന്നാൽ അതിൽ ലഘുവായിട്ടൊന്നും ഉണ്ടായിരിക്കുന്നതല്ല, അനാവശ്യമായിട്ട് യാതൊന്നും തന്നെ ഉണ്ടാവുകയില്ല. പാപത്തെ ധ്വനിപ്പിക്കുന്ന, അതല്ലെങ്കിൽ തസീം എന്നതിന് തെറി പറയുന്ന വിധത്തിലുള്ള യാതൊരു വിധത്തിലുള്ള സ്വഭാവം അതിലുണ്ടാകുന്നതല്ല. അതിൽ ആ ഒരു ഗുണം നേരെ മറിച്ച് ഇവിടെയുള്ള മദ്യം കഴിക്കുമ്പോൾ തന്നെ അതിൽ പാപമുണ്ട് എന്ന് മാത്രമല്ല, അനാവശ്യം പറയുക എന്നുള്ളത് അതിൻ്റെ ഒരു ഭാഗമാണ്. മദ്യം കഴിക്കുന്ന ഒരാൾ അനാവശ്യം പറയുകയും തെറി പറയുകയും ചെയ്യുക എന്നുള്ളൊരു ഭാഗമാണ്. പാപങ്ങളിലേക്ക് പോവുക എന്നുള്ളത് അതിൻ്റെ ഭാഗമാണ്. ലോകത്ത് മദ്യത്തിൽ മുഴുകിയ ഏത് സമൂഹമാണെങ്കിലും അവർ ഒരിക്കലും യഥാർത്ഥത്തിലുള്ള ഉത്കൃഷ്ട ഭാവങ്ങൾ അവരിൽ നിന്ന് പ്രകടിപ്പിക്കുവാൻ സാധ്യമല്ല. അഥവാ മദ്യത്തിലല്ലാത്ത സമയത്ത് അവർ ഉത്കൃഷ്ട ഭാവങ്ങൾ പ്രകടിപ്പിച്ചുവെങ്കിലും മദ്യലഹരിയിലുള്ളവരിൽ നിന്ന് അതൊരിക്കലും പ്രതീക്ഷിക്കാവുന്നതല്ല. അമേരിക്കയെ പോലുള്ള വികസിത രാജ്യങ്ങളിൽ പോലും നിയമങ്ങൾ എത്ര ശക്തമാണെങ്കിലും എല്ലാവിധത്തിലുള്ള വൃത്തികേടുകളും കൊലപാതകങ്ങളും തട്ടിപ്പറികളും എല്ലാം നടക്കുന്നത് കേസുകളുടെ പരിശോധിക്കുന്നതിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ളൊരു യാഥാർത്ഥ്യമാണിത്. അത് മദ്യലഹരിയിലാണ് ഏറ്റവും കൂടുതൽ പാപകർമ്മങ്ങൾ നടന്നിട്ടുള്ളത് എന്ന്. എന്നാൽ ഇവിടെ ലഭ്യമാകുന്ന ഈ മദ്യത്തിന് പാപകർമ്മങ്ങളിലേക്ക് അകപ്പെടുവാനുള്ള തൃഷ്ണ ഉണ്ടാകുന്നല്ല, അനാവശ്യ കാര്യങ്ങളിലേക്ക് അവർ നീങ്ങുന്നതുമല്ല. എന്നാൽ അതേ ഖുർആൻ ഇവിടെ സ്വർഗത്തിൽ ലഭിക്കുന്നത് ഇങ്ങനെ പറയുന്നുവെങ്കിൽ, ഈ ലോകത്തെ നരകത്തെ കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ ഈ ലോകത്തുള്ള നമുക്ക് നിഷിദ്ധമാക്കിയിട്ടുള്ള കാര്യങ്ങൾ നാം അനുഭവിക്കുകയാണെങ്കിൽ നരകമാണ് ലഭിക്കുക എന്ന് പറയുന്നു. അവിടെ സ്വർഗത്തിൽ ലഭിക്കുന്നത് മദ്യമാണെങ്കിൽ ഇവിടെ ലഭിക്കുന്ന മദ്യം ഒരാൾക്ക് ലഭിക്കുകയാണെങ്കിൽ അയാൾ അത് ഉപയോഗിക്കുകയാണെങ്കിൽ അയാൾക്ക് കിട്ടുന്ന നരകമാണ്. ഖുർആൻ അത് വ്യക്തമാക്കുന്നത് എങ്ങനെയാണ്? യാ അയ്യുഹല്ലദീന ആമനു ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ. സത്യവിശ്വാസികളെ, നിശ്ചയം മദ്യവും ചൂതാട്ടവും അതേപോലെ ശകുനങ്ങൾക്ക് വേണ്ടി അമ്പുകൾ ഉപയോഗിക്കുന്ന പ്രയോഗങ്ങളും എല്ലാം തന്നെ റിജ്സും മിൻ അമലി ഷൈത്താൻ, അത് ഷൈത്താന്റെ മാലിന്യങ്ങളിൽ ഉൾപ്പെട്ടതാകുന്നു, മലിനകർമ്മങ്ങളിൽ ഉൾപ്പെട്ടതാകുന്നു. ഫജിത്തനിബുഹു, നിങ്ങൾ അതിൽ നിന്ന് ഒഴിവായി നിൽക്കുക. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിക്കുന്നതിന് വേണ്ടി. ഇന്നമാ യുരീദു ശൈത്താനു അൻ യൂഖിയ ബൈനകുമുൽ അദാവത വൽ ബഗ്ള ഫിൽ ഖംറി വൽ മൈസിരി. മദ്യവും ചൂതാട്ടവും കൊണ്ട് ശൈത്താൻ ഉദ്ദേശിക്കുന്നത് ഇത്രമാത്രമാണ്: നിങ്ങൾക്കിടയിൽ പരസ്പര ജുഗുപ്സയും
പരസ്പര വെറുപ്പും വിദ്വേഷവും വളർത്തണമെന്നാണ് ഷൈത്താന്റെ വിചാരം. യസുദ്ദുക്കും ദിക്രില്ല, അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന്, ദൈവസ്മരണയിൽ നിന്ന് നിങ്ങളെ തടയണമെന്നും അവൻ ആഗ്രഹിക്കുന്നു. അനിസ്വലാത്ത്, നമസ്കാരത്തിൽ നിന്നും. ഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾ അതിൽ നിന്ന് പിന്തിരിയുന്നില്ലേ. സൂറ മായിദയിൽ കാണുന്നൊരായത്താണിത്. ഇവിടെ രണ്ട് താരതമ്യ പഠനം, രണ്ട് മദ്യത്തെക്കുറിച്ച് നാം നടത്തുമ്പോൾ, ഒന്ന് സുഗന്ധം ഉള്ളതും ഒരിക്കലും അനാവശ്യമില്ലാത്തതും, അതേപോലെ തന്നെ അവിടെ പരസ്പരം ആഗ്രഹിച്ചു പോകുന്നതും ആഗ്രഹിക്കുന്നതുമാണ് അള്ളാഹുവിന്റെ മുഖറബീങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എന്നാൽ ഈ ലോകത്തുള്ള മദ്യത്തെക്കുറിച്ച് ഖുർആൻ പറയുമ്പോൾ അതിൽ നിന്ന് മുഖറബീങ്ങളോട് മാറി നിൽക്കുവാനും അത് ഷൈത്താന്റെ ദുർബോധനങ്ങൾക്ക് വശംവദമനാകുവാനും പരസ്പര വിദ്വേഷങ്ങളും കലഹങ്ങളും ഉണ്ടാക്കുവാനുള്ള കാരണമായി തീരും എന്നാണ് വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നത്.